ഇന്ന് നമ്മളൊരു മോപ്പ് ഫാം ഉണ്ടാക്കും. ഇത് 1 ബ്ലോക്കിന്റെ പാർട്ട് 3. പാർട്ട് 1ഉം 2ഉം കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. എന്നാലാണ് ഇവിടം വരെ ചെയ്യുന്ന ഒരു കണ്ടിന്യൂറ്റി കിട്ടുള്ളൂ. കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ ഈ 1 ബ്ലോക്ക് ചെറുതായി ഒന്ന് മൈൻ ചെയ്തിട്ടുണ്ടായി. അതിൽ നിന്ന് കുറേ ചെസ്റ്റും കിട്ടി. പിന്നെ അതിൻ്റെ ഒപ്പം ക്രീപ്പർ സ്പോണായി. പിന്നെ ഡയമണ്ട്സ് ഇപ്പോഴാണ് കിട്ടാൻ തുടങ്ങിയത്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ വലിയ ഡയലോഗ് എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ കേവിലെത്തി നമുക്ക് ഡയമണ്ട് കിട്ടും, തേങ്ങയാണ് മാങ്ങയാണെന്നൊക്കെ. പക്ഷെ അതെന്തോ ഡാർക്ക് ബയോമായിരുന്നു. ലെവൽ 3 ആണ് കേവ്. അതാണ് ഇപ്പോൾ എത്തിയത്. ഇപ്പോൾ നമുക്ക് ഗോൾഡ് കിട്ടും, ഡയമണ്ട് കിട്ടും. ക്രീപ്പർ വന്ന സമയത്ത് ശരിക്കും ഫെൻസ് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ അതിൻ്റെ അടിയിൽ നിന്ന് മൈൻ ചെയ്യുമ്പോൾ ഈ ഫെൻസിൻ്റെ ഉള്ളിൽ കൂടെ ക്രീപ്പറിന് കാണാൻ പറ്റില്ല, അങ്ങനെ കൊല്ലാൻ പറ്റും. പിന്നെ ലാപ്പിസ് കിട്ടി, സ്ലൈം സ്പോണായി. മോപ്പ് ഫാം ഉണ്ടാക്കാനുള്ള എല്ലാ ബ്ലോക്കുകളും ഞാൻ ഗ്യാദർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എല്ലാം 1 ബ്ലോക്ക് എന്നിട്ട് മൈൻ ചെയ്ത് ഉണ്ടാക്കിയതാണ്. ഇത് മോപ്പ് ഫാം ഉണ്ടാക്കുന്നത് നമുക്ക് റീപ്ലേ മോഡ് ഇട്ട് കാണിക്കാൻ പറ്റില്ല. ഇത് ജാവയല്ല, ഇത് ബെഡ് റോക്ക് എഡിഷൻ ആണ്. അതുകൊണ്ട് റീപ്ലേ മോഡൊന്നും ഇടില്ല. പക്ഷെ ഞാൻ ടൈം ലാപ്സ് ഇട്ട് കാണിച്ചു തരാം മോപ്പ് ഫാം ഉണ്ടാക്കുന്നത്. മോപ്പ് ഫാം എന്തായാലും ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഭാഗത്താണ്. അതിനകത്ത് ഈ മരം മുറിക്കും, കുറച്ച് സ്ലാബ് ഉണ്ടാക്കണം. വളരെ കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച്, അധികം വേണ്ട. ഒരു 12 എണ്ണം മതിയായിരിക്കും. ഇനി ടൈം ലാപ്സ്. ചെറിയൊരു പ്രശ്നം, മോപ്പ് ഫാം ഉണ്ടാക്കാൻ തുടങ്ങി ഇത്രയായി മോളിക്ക് കയറി വാട്ടർ ബക്കറ്റ് എടുക്കാൻ മറന്നു. അപ്പോൾ പിന്നെ അതെടുക്കാൻ വേണ്ടി അടിയിലൊക്കെ വന്നതാണ്. അപ്പോൾ ഹെൽത്ത് കുറേ പോയി, ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. ഭക്ഷണം എടുത്ത് വന്ന് കയറുന്ന വഴിക്ക് ഇതിൽ നിലത്തേക്ക് വീണ് ചെറുതായി ചത്ത്. എല്ലാ സ്റ്റോണും പോയി. ഇനി എന്തുകൊണ്ട് ഇട്ടെന്ന് അറിയില്ല. കുറച്ച് ഗ്രാവലുണ്ടൊക്കെ പണിയാണ്. ഡേർട്ട് ഉപയോഗിക്കാൻ പാടില്ല, ഡേർട്ട് നമുക്ക് ആവശ്യമുണ്ട്. പിന്നെ ഇതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. കളർഫുൾ ഉണ്ട് തന്നെ കൂട്ടാം. ഗ്രൈൻഡ് ചെയ്ത എല്ലാം കൊണ്ട് കളഞ്ഞു. കഷ്ടപ്പെട്ടിരുന്ന ഹോൾസും ഗ്രൈൻഡ് എല്ലാം കൊണ്ട് കളഞ്ഞു. ആര്? ഞാൻ തന്നെ, അല്ലാണ്ട് പിന്നെ ആര് വേറെ കളയാൻ? അയ്യോ, ഇത് വെച്ച് ഞാൻ ബിൽഡ് ചെയ്യേണ്ടി വരുമല്ലോ ബാക്കി. ഇനിയെങ്കിലും ചാവാണ്ട് നോക്കണം. ആ വാട്ടർ ബക്കറ്റും പോയി. ഒരെണ്ണം ഉണ്ടാക്കി. വെള്ളം പിന്നെ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും, കുഴപ്പമില്ല. ഉണ്ടാവാം. ഉണ്ട്. അപ്പം ഞാനൊരു സംഭവം കാണിച്ചു, നിങ്ങൾ കണ്ടുപിടിച്ചോ. ലാവ് എടുത്തിട്ട് വെള്ളത്തിൻ്റെ പറയാം. ലാവിന് ഇവിടെ ഇരുന്നോ. വെള്ളം പോവാ. ലാവ് പോയി കഴിഞ്ഞാൽ കിട്ടില്ല, അത് വേറെ കാര്യം. അല്ല, ലാവിൻ്റെ കയ്യിലുള്ളതല്ലേ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയാലോ. അതൊക്കെ പിന്നെ നീ വീണ്ടും ടൈം ലാപ്സ്. ഇത് ശരിക്കത്തെ ടൈം ലാപ്സ്. ജനറേറ്റർ ഉണ്ടാക്കി. എന്തിന്? കോബിൾസ്റ്റോൺ കിട്ടാൻ. ഒരാൾ എത്രയെന്ന് വെച്ചിട്ട് അടച്ചാവാ ഈ ഒരു ഒറ്റ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ചാടാണ് വീട്ടിലേക്ക്. പത്തിനത്ത് വയ്യണ്ടായി, കയ്യിലത്തെ എല്ലാ സാധനവും പോയി. ഒന്നുണ്ടായിരുന്ന കോബിൾസ്റ്റോൺ അല്ലേ മൈൻ വെച്ചത്, അതും പോയി. 2 വാട്ടർ ബക്കറ്റും പോയി. ഓ, ഒരു കാര്യം പറഞ്ഞു കേട്ടോ, അതിൻ്റെ മുകളിൽ ടോർച്ച് വെച്ചില്ല. ഇനി വെച്ചെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് സ്പോണ്. അതിൻ്റെ ഉള്ളിൽ സ്പോൺ ചെയ്ത കുറച്ച് നേരം ഇവിടെ നിന്ന് കോബിൾസ്റ്റോൺ മൈൻ ചെയ്തുള്ളൂ. അവിടെ മാതിരി മോക്സ് വന്നിട്ടുണ്ട്. അപ്പോൾ മുകളിലും കൂടി ടോർച്ച് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മോക്സ് അടിക്ക് വരും. ഇപ്പോൾ കണ്ടു സോംബീസൊക്കെ അതിൻ്റെ മുകളിൽ സ്പോൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ പറഞ്ഞ മോപ്പ് ഫാം എന്തായാലും സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ചും കൂടിയും ഈ 1 ബ്ലോക്ക് മൈനായിട്ട് 1 ബ്ലോക്ക് ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് മൈനാണല്ലോ. 1 ബ്ലോക്ക് ഞാൻ ഓഫ് ക്യാമറയിൽ ഇരുന്നിട്ട് മൈനാണല്ലോ. എന്ന് വെച്ചാൽ ഭയങ്കര ബോറ് പരിപാടിയാണ് നിങ്ങൾക്ക് ഇങ്ങനെ മൈൻ ചെയ്യുന്നത് കാണാൻ. ഇതിൽ വല്ലതും
ഇതിൽ വല്ലതും വന്നു കഴിഞ്ഞാൽ വല്ല ഡയമണ്ട് അങ്ങനെ വല്ലതും വന്നു കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു തരാം. പിന്നെ ഇതിൽ വില്ലേജേഴ്സ് വന്നു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു ബ്രീഡർ ഉണ്ടാക്കാം. ബ്രീഡർ ഉണ്ടാക്കിയിട്ട് പിന്നെ അയൺ ഫാം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കാം. വില്ലേജേഴ്സ് വന്നില്ലെങ്കിൽ എന്തുണ്ടാക്കണ്ടേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യും. അതുണ്ടാക്കി എനിക്ക് സത്യം പറഞ്ഞ ഒരു ഐഡിയയില്ല എന്തുണ്ടാക്കണ്ടേന്ന്. ഇന്നിപ്പോൾ മോഫ് ഫാം എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതും കൂടി ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് നോക്കാം. കുറച്ച് ടോർച്ച് ഉണ്ടാക്കി അതിന് മണ്ടൊക്കെ വയ്ക്കാം. ഇത് നേരം വെളുക്കേണ്ടത് ഇതിന് മണ്ടൊക്കെ വരുമ്പോൾ എന്തായാലും നല്ല കാര്യമാണ്. ഇവറ്റങ്ങളൊന്ന് അയ്യോ ഓ ദൈവമേ ആ കുറച്ച് സീനാണ് എനിക്ക് തന്നെ പോയി ഓട്ടായിട്ട് പോയി. ക്രീപ്പറോടെ പൊട്ടിട്ട് നശിച്ചടാ. നേരം കൊടുത്താൽ ഈ ക്രീപ്പർ എന്ന് പറഞ്ഞാൽ നശിച്ച സാധനം പോവില്ല. ബാക്കിയുള്ള മോക്സൊക്കെ കത്തിയെങ്കിലും പോവും. ഇതിന് ഏറ്റവും അവിടെ ഒരു ക്രീപ്പർ എന്താ ചെയ്യാ വെള്ളം ഒഴിക്കാം വെള്ളത്തിൽ നിന്ന് പൊട്ടിയ ചെയ്യുന്നില്ലല്ലോ. അതന്നെ ചെയ്യില്ല അതിൻ്റെ മുകളിൽ തന്നെ വെള്ളം വെളുത്തിയിട്ടുണ്ട്. പൊട്ടിയിട്ടൊന്നുമില്ലാന്നാണ് ഒരു അത് വെച്ച് നോക്കിയാൽ. വെള്ളം വെച്ചുകൊണ്ട് വിജയകരമായി നമ്മൾ നമ്മുടെ പൊട്ടിക്കറി രക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ പൊട്ടിക്കറി നിന്നിട്ടുണ്ട്. സ്പൈഡേഴ്സ് ഇത് ഞങ്ങൾ രാവിലെ ഒന്നും ചെയ്യില്ല. പക്ഷേ ന്യൂബ് ഓ അയ്യോ പൊട്ടിയാ ചെറുതായി അല്ല ഇത് നേരത്തെ പൊട്ടിയതാ. ഇത് ഇത്രയ്ക്ക് പൊട്ടിയിട്ടുണ്ടായിരുന്നല്ലോ. എന്താണെങ്കിൽ ഈ ബാക്കിയൊന്ന് ഓ ഒരു കാര്യം വെക്കാൻ പറഞ്ഞു. ഇതിലുള്ള ബട്ടൺ വെച്ചില്ല, അല്ലെങ്കിൽ സ്പൈഡർ സ്പോണായി സീനും. അയ്യേ മണ്ടൻ. വെച്ചാലോ ബട്ടൺ വെക്കണ്ട. എന്താണ് ഇതിപ്പോൾ വർക്കാവുന്നത് പോലെ വർക്കാവട്ടെ. ടോർച്ച് തുറക്കാം. വർക്കാവുന്നത് പോലെ വർക്കാവട്ടെ. അല്ലെങ്കിൽ ഇനി വർക്കാവുണ്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഒന്ന് ഫിക്സ് ചെയ്യാം. പക്ഷേ എന്നാലും ഉണ്ടാക്കിയപ്പോൾ സെറ്റ് ചെയ്യേണ്ടതായിരുന്നു. നെലത്തേക്ക് പോകേണ്ട വഴി ഇതല്ലേ അതല്ലല്ലോ അവിടെ ബേസ് ചെയ്ത് ഒഴിക്കുക. അതിൽ തന്നെ ഒഴിക്കുകയാണെങ്കിൽ ക്ലച്ച് ചെയ്ത് പോവാം. എപ്പോഴോ അയ്യോ പിക്കാക്സോ അയ്യോ ക്ലച്ച് ചെയ്ത് പോകേണ്ടത് തന്നെ മുറിച്ച് പോകാന്ന് വിചാരിച്ചത്. ഇനി എന്തായാലും ഇതിൻ്റെ മുകളിൽ തന്നെ കാരണം അവിടെ കൊണ്ട് വെച്ചിട്ട് പോവാം. ഓക്കെ ബൈ തീരടാ. എന്തായാലും കാര്യമായിട്ടൊന്നും പോയില്ല. അതൊരു സീനില്ല. ഞാനത് മണ്ടന. അപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ കോബിൾ സ്റ്റോൺ ജനറേറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ മെയിനായിട്ട് ആ മോഫ് ഫാം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെയുള്ള ഇന്നത്തെ എപ്പിസോഡ്. അപ്പോൾ പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ടേക്കാം. അപ്പോൾ എല്ലാവർക്കും അടുത്ത എപ്പിസോഡായിട്ട് കാണാം.